Hi, I am Dr. Radhakrishnan Nair, practicing gynecologist with special interest in andrology and sexual medicine from Kochi. ഓഫീസിൽ നിന്ന് കുറച്ചുപേർ കൂടി തായ്ലൻഡിലേക്ക് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തു. എല്ലാവരും നിർബന്ധിച്ചപ്പോൾ വർഗീസും പോകാൻ തീരുമാനിച്ചു. ഭാര്യയും അനുവാദം കൊടുത്തു. അങ്ങനെ തായ്ലൻഡിൽ ആദ്യം അവർ ഫുക്കത്ത് എന്ന സ്ഥലത്ത് പോയി. 2 ദിവസം കഴിഞ്ഞ് പട്ടായയിലെത്തി. നാട്ടിലേക്ക് മടങ്ങുന്നതിന്റെ തലേ ദിവസം ഐലൻഡ് ടൂർ എല്ലാം കഴിഞ്ഞ് മടങ്ങി റൂമിലെത്തിയപ്പോൾ കൂട്ടത്തിലുണ്ടായിരുന്ന ചിലർ വർഗീസിനെ മസാജിന് പോകാനായി ക്ഷണിച്ചു. എന്താണ് സംഭവം എന്നറിയാൻ വർഗീസും കൂടെ പോയി. അവർ ഓരോരുത്തരെ സെലക്ട് ചെയ്ത് മസാജിന് കയറി. പക്ഷേ അവിടെ മസാജിനിടയിൽ സംഭവിക്കാൻ പാടില്ലാത്തത് സംഭവിച്ചു. അങ്ങനെ ഒരു ഉദ്ദേശത്തോടെ അല്ല വർഗീസ് മസാജിന് പോയത്. പക്ഷെ മസാജ് തീരാറായപ്പോൾ ആ ലേഡി അധികം ടിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നിർബന്ധിക്കുകയായിരുന്നു. ചിലർ മസാജിന് പോകുമ്പോൾ ഈ ഉദ്ദേശം ഉണ്ടായിരിക്കില്ല. പക്ഷെ അവസാനമാകുമ്പോൾ പലരും അവരുടെ ടെംപ്ടേഷനിൽ വീഴാറുണ്ട്. കാരണം അങ്ങനെ ഒരു സ്റ്റിമുലേഷനിൽ അവർ എത്തിക്കും. പലപ്പോഴും പ്രൊട്ടക്ഷൻ ഉണ്ടാകുമെങ്കിലും ചില അവസരങ്ങളിൽ പൊട്ടിപ്പോയതായി പലരും എന്നോട് തുറന്ന് സമ്മതിച്ചിട്ടുണ്ട്. ആ ഒരു മൊമെന്റിൽ വേറെ ഒന്നും അവർ ചിന്തിക്കില്ല. പക്ഷെ അത് കഴിഞ്ഞ ഉടൻ ടെൻഷൻ അടിച്ചിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് പലരും എൻ്റെ അടുക്ക വരാറുണ്ട്. ചിലർ അതത്ര കാര്യമായി എടുക്കാറില്ല. പിന്നെ എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമ്പോൾ ഓടി ഡോക്ടറെ കാണാൻ പോകും. അപ്പോഴേക്കും ചിലപ്പോൾ പറ്റാൻ പാടില്ലാത്തത് സംഭവിച്ചിട്ടുണ്ടാകും. നമ്മുടെ വർഗീസിന്റെ കാര്യത്തിലും അത് തന്നെ പറ്റിപ്പോയി. പേടി കാരണം ആരോടും പറഞ്ഞില്ല. സുഹൃത്തുക്കൾ ആരും അവരുടെ കാര്യങ്ങളും ഷെയർ ചെയ്യാത്തത് കൊണ്ട് വർഗീസും പറഞ്ഞില്ല. വല്ലാത്ത കുറ്റബോധം തോന്നി. ഭാര്യയോട് എന്തു പറയുമെന്നോർത്ത് ടെൻഷനായി. അടുത്ത ദിവസം വീട്ടിലെത്തിയപ്പോൾ ഭാര്യയെ ഫേസ് ചെയ്യാൻ പറ്റാണ്ടായി. ഓഫീസിൽ പോകാനും പറ്റുന്നില്ല. ആകെ വല്ലാത്ത ടെൻഷൻ. ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, ഉറങ്ങാൻ പറ്റുന്നില്ല, സുഖമില്ല എന്ന് മാത്രം ഓഫീസിൽ സുഹൃത്തുക്കളോട് പറഞ്ഞു. പക്ഷെ ഭാര്യയ്ക്ക് ആകെ സംശയമായി. അവസാനം സഹികെട്ടപ്പോൾ ഭാര്യയുടെ സത്യമെല്ലാം വർഗീസ് തുറന്നു പറഞ്ഞു. വർഗീസിനെ നല്ലവണ്ണം അറിയാവുന്ന ഭാര്യ ആയതുകൊണ്ട് വഴക്ക് പറയാതെ ആശ്വസിപ്പിച്ചു. സാരമില്ല, പാടില്ലാത്തത് സംഭവിച്ചു, ഇനി നമുക്ക് ഏതെങ്കിലും ഒരു ഡോക്ടറെ കാണാം എന്ന് പറഞ്ഞ് അവർ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് രണ്ടുപേരും എന്നെ കാണാൻ വന്നു. പക്ഷേ അപ്പോഴേക്കും 8 ദിവസം കഴിഞ്ഞിരുന്നു. വർഗീസ് ഇതിനിടയിൽ ഭാര്യ അറിയാതെ പോയി കുറച്ച് ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്തിരുന്നു കേട്ടോ. പക്ഷെ എല്ലാം നെഗറ്റീവ് ആയിരുന്നു. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. ഒത്തിരി ആൾക്കാർ ഇങ്ങനെ ടെംപ്റ്റേഷനുകളിൽ പെട്ടിട്ട് എൻ്റെ അടുത്ത് വരാറുണ്ട്. ഇതിന് പ്രായഭേദമില്ല, തൊഴിലും പ്രസക്തിയും ബാധകവുമല്ല. ചിലപ്പോൾ ഒരു നോർമൽ മസാജിന് പോകുന്നതായിരിക്കാം അവർ. മസാജ് തുടങ്ങുമ്പോൾ ഒരു പ്രശ്നവുമില്ല. ചില സെന്ററുകളിൽ മാത്രം എക്സ്ട്രാ ടിപ്പിന് വേണ്ടി അവസാനമാകുമ്പോൾ ആ ഒരു സ്റ്റേജിൽ അവർ എത്തിപ്പെടുത്താറുണ്ട്. അപ്പോൾ ആരും നോ പറയില്ല എന്നവർക്കറിയാം. ചിലർ നോ പറഞ്ഞിട്ട് അവർക്ക് വേണ്ടുന്ന ടിപ്പ് കൊടുത്തിട്ട് മടങ്ങി വന്നതായി എന്നോട് തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഇവിടെ വർഗീസിനും അതാണ് പറ്റിപ്പോയത്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ അനുഭവമായിരുന്നു. അദ്ദേഹം ഇതൊന്നും പ്രതീക്ഷിച്ചിരുന്നുമില്ല. നാട്ടിൽ വന്നിട്ട് വർഗീസ് ചെയ്ത ടെസ്റ്റ് ഒന്നും യാതൊരു ഗുണവും ചെയ്യില്ല. കാരണം സംഭവം കഴിഞ്ഞ് 10 മുതൽ 16 ദിവസത്തിനുള്ളിൽ PCR ടെസ്റ്റ് ചെയ്താൽ HIV-1 ഇൻഫെക്ഷൻ ഉണ്ടോ എന്ന് അറൌണ്ട് 50 to 80% അറിയാൻ പറ്റും. 4th ജനറേഷൻ ടെസ്റ്റുകൾ 20 മുതൽ 45 ദിവസം വരെ ചെയ്യാം. 3 മാസം കഴിഞ്ഞാൽ 99% HIV ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. 6 മാസം കഴിഞ്ഞുള്ള ടെസ്റ്റുകൾ 100% വിശ്വസിക്കാവുന്നതാണ്. ഓരോ വിൻഡോ പീരിയഡിലും ഓരോരോ ടെസ്റ്റുകളാണ് ചെയ്യേണ്ടുന്നത്. വർഗീസിന്റെ 14ാം ദിവസത്തെ PCR ടെസ്റ്റ് നെഗറ്റീവ് ആയിരുന്നു. ടെൻഷൻ അടിക്കണ്ട, 1 മാസം കഴിഞ്ഞ് അടുത്ത ടെസ്റ്റ്, 3 മാസം 6 മാസം കഴിഞ്ഞ് വീണ്ടും ടെസ്റ്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞ് കൗൺസിൽ ചെയ്ത് വിട്ടു. ഫൈനൽ റിസൾട്ട് വരുന്നത് വരെ വൈഫുമായിട്ട് യാതൊരു സെക്ഷൽ റിലേഷനും വേണ്ട എന്നും അഡ്വൈസ് ചെയ്തു. പക്ഷേ വർഗീസ് ഓഫീസിൽ പോകാൻ കൂട്ടാക്കിയില്ല. എല്ലാവരിൽ നിന്നും ഒറ്റപ്പെട്ടിരിക്കാൻ തുടങ്ങി. രാത്രിയിൽ ഉറങ്ങാതെ എണീറ്റിരിക്കാൻ തുടങ്ങി. എല്ലാവരും ചോദിക്കാൻ തുടങ്ങിയപ്പോൾ ഭാര്യ എന്നെ ഫോണിൽ വീണ്ടും വിളിച്ചു. വീണ്ടും രണ്ടുപേരും കൂടി എന്നെ കാണാമെന്നു. വർഗീസിന് മെയിനായിട്ടൊരു കുറ്റബോധമായിരുന്നു ഭാര്യയെ വഞ്ചിച്ചു എന്നുള്ളത്. HIV വരുമോ എന്ന പേടിയും വല്ലാണ്ട് അലട്ടി. ഇനി ജീവിച്ചിരുന്നിട്ട് ഒരു കാര്യവുമില്ല, ഞാൻ എൻ്റെ കുടുംബത്തെ വഞ്ചിച്ചു എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങി. ആത്മഹത്യ ചെയ്താലോ എന്ന് പോലും ചിന്തിച്ചത്രേ. പലപ്പോഴും സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷനേക്കാൾ അത് വരുമോ എന്ന പേടിയാണ് പലരെയും തളർത്തുന്നത്. വെനേറിയോഫോബിയ അല്ലെങ്കിൽ STD വരുമോ എന്നുള്ള പേടി. STD ഇല്ലാഞ്ഞിട്ടും ഈ പേടി കാരണം ജോലിയും വിവാഹോജീവിതവും നഷ്ടപ്പെട്ട ചിലരെ എനിക്കറിയാം. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയാൽ ഉടനെ തന്നെ നിങ്ങളുടെ സ്വകാര്യ ഭാഗങ്ങൾ സോപ്പ് ഉപയോഗിച്ച് 2-3 മിനിറ്റ് നല്ലവണ്ണം കഴുകുക. ഡെറ്റോൾ, സാവലോൺ മുതലായ ലോഷൻ സ്വകാര്യ ഭാഗത്ത് ഒരിക്കലും അപ്ലൈ ചെയ്യരുത്. അങ്ങനെ അപ്ലൈ ചെയ്തിട്ട് ചിലർ ഭയങ്കര പ്രശ്നങ്ങളായിട്ട് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. എന്നിട്ട്
വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടേഴ്സിനെ ഉടനെ കാണുക. കാരണം പരിചയമില്ലാത്ത വ്യക്തിയാണെങ്കിൽ അവരുടെ STD സ്റ്റാറ്റസ് നമുക്കറിയില്ലല്ലോ. ഉടനെ ടെസ്റ്റ് ഒന്നും ചെയ്താൽ ഒരു കാര്യവുമില്ല. ഇങ്ങനെയുള്ള അവസരങ്ങളിൽ നമുക്ക് 80% HIV വരാതിരിക്കാൻ വേണ്ടി PEP മരുന്നുകൾ 72 മണിക്കൂറുകൾക്കുള്ളിൽ കഴിക്കാൻ പറ്റും. 72 മണിക്കൂർ കഴിഞ്ഞാൽ PEP മരുന്നുകൾ കഴിച്ചിട്ട് കാര്യമില്ല. അപ്പോഴേക്കും വൈറസ് നമ്മുടെ ബോഡി സെല്ലുകളിൽ കയറിയിട്ടുണ്ടാവും. അതിനാൽ സംഭവിച്ച് 72 മണിക്കൂറിനുള്ളിൽ തന്നെ PEP മരുന്നുകൾ കഴിച്ചിരിക്കണം. അതുപോലെ തന്നെ ഹെപ്പറ്റൈറ്റിസ് B വാക്സിൻ എടുത്തില്ലെങ്കിൽ അത് 2 ആഴ്ചയ്ക്കുള്ളിൽ എടുത്താൽ ഹെപ്പറ്റൈറ്റിസ് ബിയും ഒരുവിധം പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഹെപ്പറ്റൈറ്റിസ് സിക്കും സിഫിലിസിനും ഹെർപ്പിസിനും ക്ലെമിഡിയയ്ക്കും ഇതുവരെ എഫക്റ്റീവ് ആയിട്ടുള്ള വാക്സിൻ ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല. പക്ഷേ ഹെപ്പറ്റൈറ്റിസ് സി ഒഴിച്ച് മറ്റുള്ളതെല്ലാം ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്നതാണ്. ജനൈറ്റൽ വാർഡ്സ് അല്ലെങ്കിൽ HPV ഇൻഫെക്ഷന് വാക്സിൻ ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. വർഗീസിനെ പോലെ ചില പുരുഷന്മാരും സ്ത്രീകളും അബദ്ധത്തിൽ സംഭവിച്ചതാണ് എന്ന് പറഞ്ഞ് എന്നെ കാണാൻ എൻ്റെ ക്ലിനിക്കിൽ വരാറുണ്ട്. തൊഴിൽ മേഖലയിലാണ് കൂടുതൽ ഇങ്ങനെയുള്ള അബദ്ധ സംഭവങ്ങൾ നടക്കുന്നത്. ചില പെൺകുട്ടികളുടെ നിസ്സഹായാവസ്ഥ കേൾക്കുമ്പോൾ സങ്കടം തോന്നും നമുക്ക്. എൻ്റെ വീഡിയോ കേൾക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഇന്റർനെറ്റിൽ വായിച്ചിട്ട് ഈ ഒരു കാര്യത്തിൽ മാത്രം സ്വയം ചികിത്സ ഒരിക്കലും ചെയ്യരുത്. ഓൺലൈൻ കൺസൾട്ടേഷൻ എടുക്കുന്നതും കഴിയുമെങ്കിൽ ഒഴിവാക്കുക. കാരണം പലരും നാണം കൊണ്ടാണ് ഓൺലൈൻ കൺസൾട്ടേഷൻ എടുക്കുന്നതെങ്കിലും വേറെ ചില പ്രശ്നങ്ങളായിട്ട് ഓൺലൈൻ കൺസൾട്ടേഷൻ എടുത്തിട്ട് എന്നെ കാണാൻ വന്നിട്ടുണ്ട്. നേരിട്ട് സംസാരിക്കാനും പരിശോധിക്കാനും കൗൺസിൽ ചെയ്യാനും പറ്റുമല്ലോ നേരിട്ട് കൺസൾട്ട് ചെയ്താൽ. അതുകൊണ്ടാണ് ഓൺലൈൻ കൺസൾട്ടേഷൻ ഒഴിവാക്കാൻ പറഞ്ഞത്. ഈ കണ്ടീഷൻ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടേഴ്സിനെ കാണുന്നതാണ് വളരെ നല്ലത്. അതെന്തുമാകട്ടെ, ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി നേരിട്ടാലും വാട്ട് നെക്സ്റ്റ് അല്ലെങ്കിൽ അടുത്ത് എന്താണ് എന്ന് ആലോചിച്ച് അതിനുള്ള പരിഹാരം കണ്ടെത്തിയാൽ നമുക്ക് ഏത് പ്രശ്നവും അതിജീവിക്കാൻ പറ്റും. സംഭവിച്ചതോർത്ത് വിഷമിച്ചിരുന്നാൽ നമ്മുടെ ജീവിതം തകർന്നു പോകും. ആരോടും തുറന്നു സംസാരിക്കാനുള്ള മടി ആയിരിക്കും പ്രധാന കാരണം. അങ്ങനെ കുറച്ചു പേരെ ഞാൻ എൻ്റെ ക്ലിനിക്കിൽ കണ്ടിട്ടുണ്ട്. ഇപ്പൊ എല്ലാത്തിനും പരിഹാരമുണ്ടല്ലോ. ഈവൻ HIV വന്നാൽ കൂടി പുതിയ തരം മരുന്നുകൾ വളരെ ഫലപ്രദമായി ഉപയോഗിച്ച് നോർമൽ ജീവിതം നയിക്കുന്ന ഒത്തിരി പേര് എനിക്ക് നേരിട്ടറിയാം. ഇനി വേറൊരു വിഷയമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.